ജാതി മത ദൈവ വിചാരമാണ് അടുത്ത ഈ ചാപ്റ്ററിൽ തന്നെയുള്ള അടുത്ത ഭാഗം. ജാതി മത ദൈവ വിചാരം. എന്താണ് ജാതി, എന്താണ് മതം, എന്താണ് ദൈവം? ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിനെ മനസ്സിലായി എന്ന് പറയാം. എന്താണ് ജാതി, എന്താണ് മതം, എന്താണ് ദൈവം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന ഗുരുവിൻ്റെ വിഖ്യാതമായ ഒരു ശ്ലോകം എല്ലാവർക്കും അറിയാവുന്നതാണതല്ല. പക്ഷേ നമുക്ക് ഇപ്പോഴും അറിയാത്തതുണ്ട്. ഒരു ജാതി ഏത് ജാതി, ഒരു മതം ഏത് മതം, ഒരു ദൈവം ഏത് ദൈവം എന്നുള്ളത് അതിപ്പോഴും അറിയാത്ത കാര്യമാണ് പലർക്കും. അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ജാതിയെ അവരവരുടെ ജാതിയായിട്ട് സ്വീകരിക്കാനും ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് മതത്തെ അവരവരുടെ മതമായിട്ട് സ്വീകരിക്കാനും ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് ദൈവത്തെ അവരവരുടെ വിശ്വാസങ്ങളിലേക്ക് ദൈവമായിട്ട് സ്വീകരിക്കാനും ഓരോരുത്തരും മെനക്കെടുകയാണ് ചെയ്യുന്നത്. പകരം ഗുരു നമ്മെ പഠിപ്പിക്കുന്ന ദൈവം, മതം, ജാതി തത്വപരമായിട്ട് അത് ഗുരുവിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കണം. എന്നിട്ട് നമ്മളുടെ ചിന്താഗതിയിലേക്ക് ഗുരുവിനെ ചുരുക്കിക്കൊണ്ടുവരാതെ ഗുരുവിൻ്റെ ചിന്താഗതിയിലേക്ക് നമ്മൾ ഉയർത്തിയെടുക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ചിന്താഗതിയിലേക്ക് ഗുരുവിനെ ചുരുക്കി കൊണ്ടുവരും. അതെല്ലായിടത്തും കാണുന്നതാണ്. നമ്മളുടെ ചിന്താഗതി എന്ന് പറയുന്നത് നമുക്കൊരുപാട് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് ഓരോരുത്തർക്കും. നിങ്ങൾ ഗുരുവിനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഗുരുവിൽ അധ്യാരോപിക്കരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും രാഷ്ട്രീയപരമായ ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടായിരിക്കാം, പ്രത്യയശാസ്ത്രപരമായ താല്പര്യങ്ങളുണ്ടായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾ അത് ഉപേക്ഷിച്ചിട്ട് അതിനെ മാറ്റി നിർത്തിയിട്ട് അല്പനേരമെങ്കിലും ഒന്ന് നീക്കി വെച്ചിട്ട് ഗുരു എന്തെന്ന് പറയുന്നത് ചിന്തിക്കണം, അത് ഉൾക്കൊള്ളണം. നമ്മളുടെ മുൻധാരണ കൊണ്ട് ഗുരുവിനെ മലീമസമാക്കാൻ പാടില്ല. ഗുരുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതിനെ ഉപേക്ഷിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. നിങ്ങൾ ഇതുവരെ ഗ്രഹിച്ചിട്ടുള്ള നിങ്ങളുടെ ധാരണകളെ ഉടച്ചു കളയേണ്ടതുണ്ട്. എന്നിട്ട് ഗുരുവിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു നിഷ്കളങ്കത നിങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യപടിയായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു വിശുദ്ധിയാണ് ആ നിഷ്കളങ്കത. ആ നിഷ്കളങ്കതയിൽ നിന്ന് ഗുരുവിലേക്കുള്ള പ്രവേശനം സുഗമമായിട്ട് തീരും. അല്ലാത്ത പക്ഷം ഗുരുവിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. പകരം നിങ്ങളുടെ ബുദ്ധിപരമായ സാമർഥ്യം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഗുരുവിനെ നിങ്ങളുടെ സങ്കുചിതമായ ചിന്താഗതിയുടെ മൂശയിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്ന് അവിടെ ഗുരുവിനെ നിങ്ങൾ ഉടച്ചു വാർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ ഒരിക്കലും ഉടച്ചു വാർക്കാൻ പാടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ഥാപിത താല്പര്യമുള്ളവരാണ്. നിങ്ങൾ ഈ ലോകത്തിന് ഒരിക്കലും ഒരു മാതൃകയാകണമെന്നില്ല. ഈ ലോകത്തിൻ്റെ നന്മയിൽ നിങ്ങൾക്കൊരു പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഗുരു ലോകത്തിൻ്റെ നന്മയിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള മഹാനാണ്. ഗുരുവിൻ്റെ ജീവിതമാണ് നമ്മളുടെ ജീവിതത്തെക്കാളും ലോകത്തിന് പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഗുരു എന്ത് ചിന്തിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനമായിട്ട് വരേണ്ടത്. ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം ആലോചിക്കണം. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ദർശനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ദർശനങ്ങളും ചിന്തകളൊക്കെ നമ്മളുടെ ഉള്ളിൽ മാത്രം ഇരിക്കുന്നതാണ്. നമ്മുടെ കർമ്മങ്ങളിലോ കാരുണ്യത്തിലോ വിശാല ജീവിതത്തിലോ അതൊന്നും പുറത്തേക്ക് നിർഗളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തി എന്ന രീതിയിൽ നിങ്ങളുടെ ചിന്താഗതികൾ ഉപേക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മഹാനായ ഒരു ഗുരുവിൻ്റെ മഹത്തായ ജീവിതത്തിൻ്റെ ആ വലിയ സാക്ഷാത്കാരത്തെ സ്വീകരിക്കാൻ ഒരു ശിശുവിനെ പോലെ നാം തയ്യാറാകണം. നമുക്ക് വളരുകയാണ് വേണ്ടത്, അല്ലാതെ തളരുകയല്ല വേണ്ടത്. ഒരുപക്ഷെ ഗുരുവിനെ നിങ്ങൾ താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നാൽ, നിങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ സങ്കുചിതമാക്കി തീർത്താൽ നിങ്ങൾ തളർന്നു പോവുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്
നിങ്ങളുടെ ചിന്താഗതികൾ ഉപേക്ഷിച്ചിട്ട്, ആശയങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഗുരുവിലേക്ക് വൃദ്ധി പ്രാപിക്കുകയാണെങ്കിൽ ഒരു വൻ വൃക്ഷം പോലെ നിങ്ങൾക്ക് പുഷ്കലമാകാൻ കഴിയും എന്നുള്ളതാണ്. അതിനുള്ള ഒരു സാധ്യത എല്ലാവരിലുമുണ്ട്. നമുക്ക് ഗുരുവിലേക്ക് വളരുകയാണ് വേണ്ടത്, ഗുരുവിനെ നിങ്ങളിലേക്ക് തളർത്തുകയല്ല വേണ്ടത്. ഇതാണ് ആദ്യത്തെ ഒരു ലെസനായിട്ട് നാം പഠിക്കേണ്ടത്.